കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: തന്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മരിച്ച് അടക്കപ്പെട്ട ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും. മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ്. പ്രതീക്ഷകൾ നശിച്ച ജനത്തെ നോക്കി ദൈവമായ കർത്താവ് പറയുന്നു, എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും. സ്നേഹമുള്ളവരെ, ദൈവത്തിന് സ്വീകാര്യമായ ആരാധന നാം അർപ്പിക്കുമ്പോൾ ആ ആരാധന വളരെയധികം ഭക്തിയോടും ആദരവോടും കൂടി നാം ചെയ്യേണ്ടതാണ്. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നെ ദൈവമെന്ന് വിളിച്ചു പറയുവാൻ ജനങ്ങളുടെ മധ്യേ ബലിവസ്തുവിന്മേൽ അഗ്നി ഇറക്കിയ ഒരു ദൈവമുണ്ട്. കാർമേൽ മലയുടെ മുകളിൽ കയറി മുട്ടുകൾ മടക്കി ഏലിയ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആഹാബ് രഥം പൂട്ടി പുറപ്പെടുവാൻ തക്കവിധം ദൈവം ആകാശം തുറന്ന് പെരുമഴ പെയ്യിച്ചു. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കണം. സ്നേഹമുള്ളവരെ, ആരാധിക്കുമ്പോഴാണ് നമുക്ക് വിടുതലും അനുഗ്രഹവും അവിടുന്ന് നൽകുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്കിന്ന് ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഓ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഓ യേശുവേ, പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഓ കർത്താവേ, ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഓ ആരാധന യേശുവേ, ആരാധന. കർത്താവേ, അങ്ങേക്ക് ആരാധന. കർത്താവായ യേശുവേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ ദാനമാണ്. എൻ്റെ ജീവനെയും ജീവിതത്തെയും തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് തന്ന സമ്പത്ത്, ആരോഗ്യമെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടേതാക്കി എന്നെ മാറ്റണമേ. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ജീവനും ജീവിതവും
സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടും. ഓ എൻ്റെ യേശുവേ, യേശുവേ, ഞാനിനിയെന്നും നിന്റേതുമാണ്. കർത്താവേ സ്തോത്രം. യേശുവേ അങ്ങേക്ക് ആരാധന. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനാൽ ഇന്ന് എന്നെ നയിക്കണമേ. അങ്ങയുടെ വിശുദ്ധിയുടെ കുപ്പായം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, അങ്ങയോടൊത്ത് ജീവിക്കുവാൻ, അങ്ങയോടൊത്തായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ മാറ്റണമേ. ഞങ്ങളുടെ കുറവുകളിൽ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ഇല്ലായ്മയിൽ അങ്ങ് സഹായിക്കണമേ. നിന്നാത്മാവാൽ നയിക്കണമേ, ആത്മാക്കളെ നേടുവാൻ. നിന്നാത്മാവാൽ നയിക്കണമേ, ആത്മാക്കളെ നേടുവാൻ. നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ, നിനക്കായി ഞാൻ സാക്ഷിയാകാം. നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ, നിനക്കായി ഞാൻ സാക്ഷിയാകാം. യേശുവേ, യേശുവേ, ഓ യേശുവേ സ്തോത്രം. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഊഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം. കർത്താവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം. കർത്താവേ എന്നും എന്നും ആരാധന അങ്ങേക്ക് മാത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെയും സർവത്തെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന യേശു. ഞങ്ങളെ സഹായിക്കുന്ന എൻ്റെ അപ്പ അങ്ങേക്ക് ആരാധന. നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശക്തി കടന്നു വരികയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.